നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, ഇത് നിന്റെ ഫോണിന്റെ റിംഗ് ടോൺ അല്ലല്ലോ. അല്ല, രഘുവേട്ടന്റെ ഫോണാ അത്. രഘുവേട്ടനകത്തുണ്ടോ ചേച്ചി? ഇല്ല, മുറ്റത്തൂടെ നടക്കാണെന്ന് തോന്നുന്നു. അല്ല, ഈ ഫോൺ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേ? രഘുവേട്ടൻ എപ്പോഴും ഫോണിലാണെന്നാണല്ലോ അമ്പിളി ചേച്ചിയുടെ സംശയം. അത് മാറാൻ വേണ്ടിയാ രഘുവേട്ടൻ ഫോൺ ഇവിടെ വെച്ച. ഓ, രഘുവേട്ടന് വരുന്ന കോളും മെസ്സേജും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അമ്പിളി ചേച്ചി ആ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഫോൺ രഘുവേട്ടന് കൊടുക്ക. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഫോൺ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു കള്ളലക്ഷണമല്ലേ? ഇങ്ങനെ തെളിവുകൾ നിരത്തിയിട്ടൊന്നും സത്യസന്ധത തെളിയിക്കണ്ട. ഭാര്യയെ ചതിക്കില്ലെന്ന് ആദ്യം മനസ്സുകൊണ്ട് ഉറപ്പ് വരുത്തണം. ഇത് വലിയ കഷ്ടോ ചേച്ചി. രഘുവേട്ടൻ മനസ്സുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ചിട്ടില്ലെന്ന് ചേച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റും? അത്യാവശ്യക്കാരാരുവാണെന്ന് തോന്നുന്നു. ചിലപ്പോഴേ നിന്റെ രഘുവേട്ടന്റെ മനസ്സിലിരിപ്പ് ഈ കോളിൽ തന്നെ ഉണ്ടാവും. ആരാ ചേച്ചി? ഇത് വിനയന. അവൻ തന്നെ 2 തവണയും വിളിച്ചത്. നീ തന്നെ രഘുവേട്ടനെ വിളിച്ച് ഇതങ്ങ് കൊടുത്തേക്ക്. വേണ്ട, അയാൾ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടായിരിക്കും രഘുവേട്ടനെ വിളിച്ചത്. രഘുവേട്ടനെ തിരിച്ചു വിളിക്കണ്ട. കുറച്ച് കാശ് ഇവിടെ തന്നിട്ട് പോയതുകൊണ്ട് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനാവും. ഇപ്പം വിളിച്ചേച്ചി എന്ത് പറയുന്നു? രഘുവേട്ടന്റെ ഭാഗത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ? സ്വന്തം ഫോണില് കള്ളത്തരം കാണിച്ചാലേ പിടിക്കപ്പെടുന്ന ഏത് കള്ളനെ അറിഞ്ഞൂടാത്തത്? ചേച്ചി, പകരം വേറൊരു ഫോണും വേറൊരു നമ്പറും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടാവും. അത്യാവശ്യത്തിന് അങ്ങോട്ട് വിളിച്ചാ മതിയല്ലോ. പിന്നെ വണ്ടി ഉള്ളത് കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് ആരും കാണാതെ അതിനകത്ത് സൂക്ഷിക്കാനും പറ്റും. ഓ, ചേച്ചി ഒരു മഹാസംഭവം തന്നെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള വിവരം ബുദ്ധിയും ചേച്ചിക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിയുന്നത്. സത്യം പറഞ്ഞ ചേച്ചി പറയുന്ന കേൾക്കുമ്പോഴേ ഇത്തരം കള്ളത്തരങ്ങളൊക്കെ ചേച്ചി പരീക്ഷിച്ചിട്ടുണ്ടെന്നേ തോന്നിപ്പോളൂ. ഓ പിന്നെ, എനിക്കിവിടെ കാമുകമാരെ വിളിക്കാനാണല്ലോ നേരം. ഒന്ന് പോടി. ഇതുകൊണ്ടൊന്നും അമ്പിളിയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല. ചേച്ചി